ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് സഞ്ചരിച്ച് സംഘാടനം നടത്താൻ കഴിയുന്ന മുസ്ലിം ലീഗിന് കഴിയാതെ പോയത് 16 വർഷം കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്കും നന്നായിട്ട് അറിയാം. ഒരു കാലത്ത് പാർട്ടി ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മുടെ മുമ്പിലൊക്കെ വന്ന് എന്റെ നാട്ടിലൊക്കെ വന്നുകൊണ്ട് സിദ്ദീഖ് അലി രാങ്ങാട്ടൂരിനെ പോലെയുള്ള ലീഗ് പ്രാസംഗികന്മാർ പറഞ്ഞൊരു പ്രയോഗമുണ്ടായിരുന്നു: ഞങ്ങൾ ചില മീസാങ്കല്ലുകൾ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിൽ കാണുന്നുണ്ട്. ഞങ്ങൾ ചില മീസാങ്കല്ലുകൾ കാണുന്നുണ്ട്. ആ മീസാങ്കല്ലുകളിൽ ജനനം, മരണം നമ്മുടെ പള്ളിക്കാട്ട് പോയതുപോലെ കാണാൻ കഴിയും. അത് ഒന്ന് MDP ആണ്. MDP എന്ന് പറഞ്ഞാൽ വളരെ പ്രായം ചെന്നവർക്കറിയാം. ഫാറൂഖ് മൗലവിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പിറവിയെടുത്തു. MDP, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നായിരുന്നു അതിന്റെ പേര്. ആ പാർട്ടിക്ക് ഏറെ ആയുസ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്നത് മരണമടഞ്ഞു. പിന്നീട് PDP വന്നു. PDP അതിന്റെ രാഷ്ട്രീയ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. INL വന്നു. ഈ INL വന്നതും PDP വന്നതും MDP വന്നതും ഒക്കെ അതിന്റെ മുമ്പ് അഖിലേന്ത്യാ ലീഗ് വന്നു. ഇങ്ങനെ വന്നതൊക്കെ ലീഗിനെ പൊളിക്കാനാണ്, തകർക്കാനാണ്. അവസാനം അവർ തകർന്ന് അവരുടെയൊക്കെ മീസാങ്കല്ലുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്കിൽ SDPയുടെ ജനനം മീസാങ്കല്ലും അവർ എഴുതി 2009, മരണം ഡേറ്റ് എഴുതി ഞങ്ങൾ മീസാങ്കല്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പൊതുവേദിയിൽ വന്ന് നമ്മുടെ പാർട്ടി ഉണ്ടാക്കിയ ഉടനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ചവരുണ്ട്. ഇന്ന് അവർ തിരുത്തേണ്ടി വരുന്നു. പാർട്ടി അങ്ങനെ മരിക്കാൻ വന്നവരല്ല. കർണാടകയിൽ ഞങ്ങൾ പോയി നോക്കുമ്പോ അവിടുത്തെ വിധാനസഭയിൽ, പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗിന് ഒരംഗമുണ്ടായിരുന്നു. കമറുൽ ഇസ്ലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കമറുൽ ഇസ്ലാം എന്റെ കുട്ടിക്കാലത്ത് MSFന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആ സമ്മേളനം, MSFന്റെ സംസ്ഥാന സമ്മേളനം മാനാഞ്ചിറ മൈതാനിയിൽ നടക്കുമ്പോ ആ സമ്മേളനത്തിലേക്ക് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോടൊപ്പം, ഗുലാം മുഹമ്മദ് ബനാത്തബാല സാഹിബിനോടൊപ്പം അങ്ങ് കർണാടക വിധാനസഭയിലെ അംഗം കമറുൽ ഇസ്ലാം കടന്നു വന്നു. ആവേശത്തോടെ തക്ബീർ വിളിച്ച് സിന്ദാബാദ് വിളിച്ച അന്നത്തെ ഒരു ചെറിയൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പ്രിയമുള്ളവരെ, കമറുൽ ഇസ്ലാമിന് ശേഷം പിന്നീട് കർണാടകയിൽ ഒരു അസംബ്ലി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് 40,000-ത്തിലധികം വോട്ട് വാങ്ങി SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസ് മുന്നണിയും നേർക്കുനേർ മത്സരം നടത്തിയെടുത്ത് മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് 40,000-ത്തിലധികം വോട്ട് കിട്ടിയെങ്കിൽ അത് SDPIക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ തെരഞ്ഞെടുപ്പിലും അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ രാഷ്ട്രീയ ഭൂമിയിൽ ഞങ്ങൾ മീസാങ്കല്ല് കണ്ടിട്ടുണ്ട്. അത് SDPIയുടെ മീസാങ്കല്ല് അല്ല. ഞങ്ങൾക്ക് മീസാങ്കല്ല് വാങ്ങിച്ചു വെച്ച റോഡ് നിങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ പോയി നോക്കണം. അവിടെ ഞങ്ങൾ കണ്ട മീസാങ്കല്ല് മുസ്ലിം ലീഗിന്റെ മീസാങ്കല്ലാണ് എങ്കിൽ അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 7 മുനിസിപ്പൽ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങൾ വൈസ് പ്രസിഡന്റ് പദവി ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വളരുന്ന രാഷ്ട്രീയ പാർട്ടിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ മ്യൂസിയത്തിലോ ശ്മശാന ഭൂമിയിലോ നിങ്ങൾക്ക് നിങ്ങളുടെ മുസ്ലിം ലീഗിനെ കാണാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ, പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒരു മുന്നണിയുടെ പിൻബലവും ഇല്ലാതെയാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായി മത്സരിച്ചിട്ടും നമ്മളെക്കാൾ കൂടുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ലീഗും നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോ പഞ്ചായത്ത് മുനിസിപ്പൽ മെമ്പർമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ SDPI ഇമാമും നിങ്ങൾ മാമുവുമായി നിൽക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പൊളിക്കാനാണ്, നിങ്ങളെ തകർക്കാനാണെന്ന് പറഞ്ഞ് നാട്ടിലെ നിഷ്പക്ഷരായ, നല്ലവരായ, കൗമി ബോധമുള്ള, അതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരെ മുമ്പിൽ വന്നുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്താനും മാറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനും വേണ്ടി അവർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ